ഈ മൊത്തം എനിക്കിപ്പോൾ വേദനയാണ്. ഇല്ല ഇല്ല, കാരണം അവരത്രയും ദ്രോഹങ്ങൾ ദ്രോഹിച്ച് ഇനി അത് തന്നെ ഞാൻ. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രവാസികൾക്കെന്നും പ്രതീക്ഷയും കരുതലുമാകുന്നു. ഒട്ടനവധി പ്രവാസി മലയാളികളാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്തു വരുന്നത്. എന്നാൽ പലപ്പോഴും നാം കേൾക്കേണ്ടി വരുന്നത് വളരെ ക്രൂരപീഡനത്തിന് ഇരയാകേണ്ടി വരുന്നവരെ കുറിച്ചാണ്. നിറങ്ങളുടെയും ആഘോഷങ്ങളുടെയും ലോകം പൊടുന്നനെ ഇരുണ്ടതായി മാറുന്ന കാഴ്ച. അത്തരത്തിൽ ഏറെ പ്രതീക്ഷകളുമായി ഒരു കുടുംബത്തിന്റെ താങ്ങായി തണലായി കടൽ താണ്ടി ഗൾഫിലേക്ക് പോയ വീട്ടമ്മയുടെ കൈപ്പേറിയ അനുഭവകഥയാണ് പ്രവാസി മലയാളി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 1 വർഷവും 4 മാസവും അറബിയുടെ വീട്ടിൽ ജോലി ചെയ്തപ്പോൾ ഏൽക്കേണ്ടി വന്നത് കടുത്ത പീഡനങ്ങളാണ്. അതിന്റെ മരവിപ്പിപ്പോഴും മാറിയിട്ടുമില്ല. 43 വയസ്സുകാരിയായ പ്രീതി എന്ന ഈ വീട്ടമ്മയുടെ ആഗ്രഹം സ്വന്തമായി ഒരു പാർപ്പിടം വേണം എന്നതും തന്റെ 3 മക്കളുടെ വിദ്യാഭ്യാസവും ഒക്കെ തന്നെയാണ്. എന്നാൽ അനുഭവിക്കേണ്ടി വന്നതോ ചങ്കുപിടയുന്ന പീഡനങ്ങളാണ്. വീട്ടമ്മയുടെ വാക്കുകളിലേക്ക്. എന്നെ കൊണ്ട് വേസ്റ്റ് വരെ തീറ്റിച്ച്, അതായത് ഈ KFCയുടെ ചിക്കൻ്റെ അത് അവർക്കടെ മക്കൾ കഴിച്ചാൽ അത് ഞാൻ അടിച്ചു വാരിയാക്കി ഇറ്റോടുകൂടി കൊണ്ടുവന്ന് വെച്ചാൽ അതുവരെ എന്നെ കൊണ്ട് തീറ്റിച്ച്. അത് ഭയങ്കര സ്മെല്ലായിരുന്നു. അതിൻ്റെ ജീവിതത്തോട്ട് അടുക്കാൻ പോലും പറ്റുന്നില്ല. ആ ചോറ് വാരിയപ്പം തന്നെ അത് ഞോള കുത്തിരിക്കുകയാണ്. അത് അറച്ചിട്ട് പാടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ചേട്ടനോട് ഞാൻ വിളിച്ച് പറഞ്ഞതിൻ്റെ ആ ഒരു ഇതിലാണ് ഇവരെനിക്ക് ഭക്ഷണം തന്നെ ഞാൻ അത് കഴിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഈ സാധനം എന്നെ കഴിക്കാൻ മടിച്ച് നിന്നപ്പോഴേക്കും അവരെന്നെ മൂത്തിട്ടടിച്ച് മുട്ടിക്ക് കുത്തിപ്പിടിച്ച് ആ തിണ്ണയിലിട്ടും മതലയിലിട്ടൊക്കെ എൻ്റെ തല കൊണ്ടുവന്നിട്ട് ഇടിക്കണേന്. അപ്പം ഒരു ദിവസം ഇവർ തല്ലിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവർക്കടെ കാലയെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലോട്ട് വിടും, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇട്ട് എന്നെ തല്ലണത് എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയണേണ് ഇവർ 1 ലക്ഷം രൂപക്കാണ് എന്നെ ഇവിടെ മേടിച്ചേക്കണത്. സെക്യൂർ ഇവരുടെ അടുത്തുനിന്ന് 1 ലക്ഷം രൂപ മേടിച്ചിടണം തന്നെ ഇവിടെ കൊടുത്ത്. പച്ചക്കറിയാണ് കോരി എൻ്റെ മേത്തേക്ക് കോരി ഒഴിച്ചത്. അതുപോലെ തന്നെ ഭക്ഷണം തരൂല. ഭക്ഷണം 6 മാസം വരെ എന്നെ പട്ടിണിക്കിട്ട് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അപ്പം ഒരു കുപ്പി വെള്ളം പോലും എടുക്കാൻ അവരെന്നെ സമ്മതിക്കൂല. അവരുടെ കണ്ണിൽ പെടാതെയാണ് ഞാൻ ഈ രാവിലെ എഴുന്നേറ്റ് ഒരു കുപ്പി വെള്ളം എടുത്ത്. ഞാനങ്ങനെ ഒരു മോശപ്പെട്ട സ്ത്രീയല്ല. അത് എൻ്റെ ഭർത്താവിനോടും എൻ്റെ മക്കളോടും ചോദിച്ചാലറിയാം. ഒരു ദിവസം പോലും എനിക്ക് അടിയില്ലാത്ത ദിവസങ്ങളില്ല. തലക്കിട്ടടിക്കും, കുനിച്ച് നിർത്തി മുട്ടുകൈ വെച്ച് അടിക്കും. ഞാനത് ഭർത്താവിനോട് വിളിച്ച് പറഞ്ഞു, ഏജന്റുമാരോട് 2 പേരോടും ഞാൻ പറയുന്നുണ്ട് ചേട്ടാ, അവരെ കൊണ്ടൊന്നും നടക്കൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ അവന്മാർ 2 പേരും മാറിക്കളിക്കാന്ന് വെച്ചാൽ ഞാൻ എന്നാ എങ്ങനെയെങ്കിലും ഒന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലോട്ട് ആക്കിത്താന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറയണം അതൊന്നും നടക്കൂല. അതെന്തുകൊണ്ടാണ്? അപ്പം അത് ഇവിടത്തെ പോലെ തന്നെ അടുത്ത വീട്ടിലും സംഭവിക്കുമെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണെന്ന്. അപ്പോൾ അവരറിഞ്ഞുകൊണ്ടല്ല എന്നെ കയറ്റി വിട്ടത്. അവരുടെ ദേഷ്യം തീരുന്നവരെയും അവർ ദ്രോഹങ്ങളാണ്. കാലുകൊണ്ട് തട്ടും, ഈ മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് നിലത്തിട്ടും ഈ മതലയെ കൊണ്ടുപോയിട്ടൊക്കെ എന്നെ ഒരുപാട് ദ്രോഹിച്ചെൻ്റെ കൈയും മൊത്തം എനിക്കിപ്പോൾ വേദനയാണ്. ഇല്ല ഇല്ല, ഞാനിവർ ഈ പോലീസുകാരൻ അയാളുടെ കയ്യിലിരുന്ന വണ്ടി വലിച്ച് എന്നെ 2 വശത്തോട്ട് അടിച്ച്. അങ്ങനെ പോകാൻ നിൽക്കണ ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കണം. ഈ ഇതുപോലുള്ള ചതിയന്മാരുടെ വാക്ക് കേട്ട് പോകാതിരിക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കിയിരിക്കണം. അപ്പം വിദേശത്ത് ജോലി തേടിപ്പോയ എറണാകുളം വൈപ്പിൻ ഞാറക്കൽ സ്വദേശിയായ വീട്ടമ്മയ്ക്ക് വിദേശത്ത് ക്രൂരപീഡനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. വീട്ടമ്മ ഏറ്റുവാങ്ങേണ്ടി വന്ന ക്രൂരപീഡനങ്ങൾ മലയാളി വാർത്തയോട് തുറന്നു പറയുകയാണ്. വിദേശത്ത് പോണതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ. ഞാൻ ഇതിൻ്റെ മുമ്പിലിരിക്കാൻ കാരണം 2 വ്യക്തികളാണ്. അതായത് ഒന്ന് സുശീൽ ചെറുപുള്ളി എന്ന് പറഞ്ഞ ചേട്ടനും, ഒരാൾ തമ്പി നാഗാർജുന എന്ന് പറഞ്ഞ സാറും. ആ 2 വ്യക്തികൾ കാരണമാണ് ഞാൻ ഇന്നിപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഇരിക്കാനുള്ള കാരണം. അതുകൊണ്ട് അവരോട് ഞാൻ തന്നെ നന്ദി പറയുന്നു. കാരണം അവർ 2ഉം എൻ്റെ കാണപ്പെട്ട ദൈവങ്ങളാണ്. അതെ, ഇവർ രണ്ടുപേരും കഠിനമായ പരിശ്രമമാണ് ഞാൻ ഇവിടെ എത്തിയത്. അല്ലെങ്കിൽ എൻ്റെ ശവം പോലും ഇന്ന് അട്ടെത്തൂല. ഞാനിവിടെ നിന്ന് പോകാൻ കാരണം വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ടൊരു ഭൂമിയില്ല, സ്വന്തമായിട്ടൊരു വീടില്ല, എൻ്റെ ഭർത്താവിൻ്റെ പേരിലുമില്ല, എനിക്ക് എൻ്റെ പേരിലുമില്ല.
അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭർത്താവും 3 മക്കളും ഒരു പ്രായമായൊരമ്മ, അത് എൻ്റെ അമ്മ എൻ്റെ കൂടെയാണ്. കഷ്ടതയിൽ നിൽക്കണ സമയത്ത് വാടക കൊടുക്കാൻ നിവർത്തില്ല, വാടകയ്ക്ക് താമസിക്കുന്നതാണ്. അങ്ങനെ ആണ് ഈ എൻ്റെ ഭർത്താവിൻ്റെ അയൽവാസി എന്ന് പറയുന്നത് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പം മാറി താമസിക്കാൻ വാടകയ്ക്ക് ഇവിടെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഭർത്താവിൻ്റെ അയൽവാസിയാണ് ഈ സലീം എന്ന് പറയുന്ന ഒരു ഏജൻറ്റ്. 2 ഏജൻറ്റുമാർ വഴിയാണ് ഞാൻ പോകാൻ. കാരണം എന്ന് വെച്ചാൽ ഒരാൾ സെക്യൂർ, അയാൾ ഖത്തറിൽ സൂപ്പർ മാർക്കറ്റ് നടത്തണം. ഈ 2 പേരും വഴിയാണ് ഞാൻ ഖത്തറിൽ ജോലിക്ക് പോയത്. 2020 മാർച്ച് 4-ാം തീയതിയാണ് ഞാൻ ഇവിടെ നിന്ന് പോകണം. 5-ാം തീയതി ഞാൻ അവിടെ എത്തി. 5-ാം തീയതി തുടങ്ങി ജോലിക്ക് കയറി. ഇവർ ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ടാണ് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. 6 മാസം കൂടുമ്പോൾ എന്നെ നാട്ടിലോട്ട് എത്തിച്ചേക്കാമെന്ന്. പിന്നെ 23,000 രൂപ സാലറി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. 23,000 രൂപ സാലറി എനിക്ക് കിട്ടണില്ല. എനിക്ക് ഇവിടെ വരുന്നത് 19,000 രൂപയാണ് എനിക്ക് വന്നത്. അതും 1 വർഷം വരെയുള്ള സാലറി എനിക്ക് കിട്ടി. 4 മാസം സാലറി കിട്ടിയില്ല. ഞാൻ അവിടെ 1 വർഷവും 4 മാസവും കഠിനമായ പീഡനങ്ങൾ അനുഭവിച്ചാണ് ഇന്ന് ഞാനിവിടെ എത്തി ഈ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണത്. ഇവർ പറഞ്ഞത് തന്നെ പറഞ്ഞത് വീട്ടുജോലി അല്ലറ ചില്ലറ പണികളെടുത്താൽ മതി, കൊച്ചിനെ നോക്കാനാണ് മെയിൻ എന്ന് പറഞ്ഞാണ് വിട്ടത്. താമസം, ഭക്ഷണം, മെഡിസിൻ ഒക്കെ പറഞ്ഞാണ് ഇവരെന്നെ കയറ്റി വിട്ടത്. അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തുടങ്ങിയാണ് ഈ വീട്ടിലത്തെ തള്ളയുടെ പേര് സീത സലീം അലിഹാരി എന്നാണ്. ഈ തള്ളയാണ് എന്നെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. എന്നുവെച്ചാൽ തുടക്കം ആദ്യം തന്നെ ഒരു പ്ലേറ്റ് വലിച്ചടിച്ച്, അന്ന് അടിച്ചപ്പോൾ ഞാൻ ഏജൻറ്റിനെ വിളിച്ച് പറഞ്ഞു, 2 പേരെയും വിളിച്ച് പറഞ്ഞു, സലീമിനെയും സെക്യൂറിനെയും വിളിച്ച് പറഞ്ഞു. എന്നിട്ട് അന്നേരം അവർ പറഞ്ഞു ഇനി നിന്നെ തൊടൂല എന്ന് പറഞ്ഞു. അപ്പോൾ ധൈര്യം തന്നല്ലാന്ന് കരുതി. പക്ഷേ ഇവന്മാർ ചതിയന്മാരാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും ദ്രോഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ മുടിക്ക് കുതിപ്പിടിച്ച് വലിക്കൽ, ഇടിക്കൽ, തലക്കിട്ട് അടിക്കൽ, ഇങ്ങനെയുള്ള ദ്രോഹങ്ങളാണ്. പട്ടിണിക്കിടൽ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ ദ്രോഹങ്ങൾ കൂടുന്തോറും സലീമിനെ മാത്രമേ ഞാൻ വിളിക്കാറുള്ളൂ. ഈ 2 പേരും എന്നെ ഇങ്ങോട്ട് വിളിക്കാറില്ല, ഞാൻ അങ്ങോട്ട് വിളിക്കണം. സെക്യൂർ ഒട്ടും വിളിക്കാറില്ല. സെക്യൂറിനെ ഞാൻ കാണുന്നത് തന്നെ പിന്നീട് അത് വരുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ സെക്യൂറും എന്നെ വിളിക്കാറില്ല. ഞാൻ 2 പേരെ അങ്ങോട്ട് വിളിച്ചാണ് കാര്യങ്ങൾ പറയണത്. അങ്ങനെ ഈ ദ്രോഹങ്ങൾ കൂടുന്തോറും ഞാൻ സലീമിനോട് വിളിച്ച് പറയുമ്പോൾ പിന്നെ ആകട്ടെ നമുക്ക് ഒന്നും ചെയ്യാനിപ്പോൾ പറ്റൂല. ഞാൻ എന്താണ് കാരണം, അത് കൊറോണ. ഞാൻ ഈ കൊറോണയുടെ പേരും പറഞ്ഞ് നിങ്ങൾ എന്നെ ഇവിടെ ഇട്ട് തല്ലണേ. നിങ്ങൾക്ക് കാശ് കിട്ടിയാൽ മതി. നിങ്ങൾക്ക് കാശ് കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ എന്നെ ഇവിടെ കടത്തി വിട്ടത്. അതുകൊണ്ടല്ലേ നിങ്ങൾ മാറി കളിക്കണം, നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലാത്ത അതുകൊണ്ടല്ലേ. അതല്ലേ ഇപ്പം നുണ പറഞ്ഞ് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂല. അപ്പം ഞാൻ പറഞ്ഞു എന്നെ കയറ്റി വിട്ടത് അങ്ങനെയല്ലല്ല. എന്നോട് ഇവർ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ലാത്ത വീടാണ്, അങ്ങനെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നിന്നെ അവിടുത്തെ സെക്യൂർ എന്ന് പറഞ്ഞ ഏജൻറ്റ് കാറിന് വന്ന് അപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് കയറ്റി വിടുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരതൊന്നും ചെയ്തില്ല. എല്ലാ ദിവസവും തല്ലലാണെന്ന് വെച്ചാൽ ഒരു ദിവസം പോലും എനിക്ക് അടിയില്ലാത്ത ദിവസങ്ങളില്ല. തലക്കിട്ടടിക്കും, കുനിച്ച് നിർത്തി മുട്ടുകൈ വെച്ച് അടിക്കും, ഇടിക്കും. അതുപോലെ തന്നെ അമ്മ അതുപോലെ തന്നെ കൈ ചുരുട്ടി മൂത്തിട്ട് അടിക്കും, പുറത്തിട്ടിടിക്കും. ഇടിയെന്ന് വെച്ചാലുണ്ടല്ലോ ഞാൻ ഇന്നും കൂടി ഒളിച്ചോളൂ, എനിക്ക് പുറം വേദന എടുത്തിട്ട്. അത്രയും ദ്രോഹങ്ങൾ അവരെല്ലാം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഏജന്റിനോട് പറഞ്ഞിട്ടും ഏജന്റ് അതിനൊന്നും അവരെ കൊണ്ട് നടക്കൂല. അതുകൊണ്ടാണ് അവർ മാറി കളിക്കണം. പക്ഷേ ഞാനത് ഭർത്താവിനോട് വിളിച്ച് പറഞ്ഞു, ഏജന്റുമാരോട് 2 പേരോടും ഞാൻ പറയുന്നുണ്ട് ചേട്ടാ, അവരെ കൊണ്ടൊന്നും നടക്കൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ അവന്മാർ 2 പേരും മാറിക്കളിക്കാന്ന് വെച്ചാൽ എന്നെ എങ്ങനെയെങ്കിലും ഒന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലോട്ട് ആക്കിത്താന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറയണം അതൊന്നും നടക്കൂല. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അത് ഇവിടെ പോലെ തന്നെ അടുത്ത വീട്ടിലും സംഭവിക്കുമെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണെന്ന്. അപ്പോൾ അവരറിഞ്ഞുകൊണ്ടല്ലേ എന്നെ കയറ്റി വിട്ടത്. എന്നിട്ട് എന്നോട് പറഞ്ഞത് എന്താണ്, അങ്ങനെ ഒന്നും സംഭവിക്കില്ല, നല്ല വീട്ടുകാരാണെന്നും പറഞ്ഞ് അപ്പോൾ അവന്മാർ ഈ കാശിന് വേണ്ടിയിട്ടാണ് എന്നെ വീട്ടിലേക്ക് വിട്ടത്.
അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഇവരോട് വിളിച്ച് സങ്കടം പറയണം. നിങ്ങളുടെ പെങ്ങളെ പോലെ ഒരു സഹോദരനെ പോലെയെങ്കിലും കണക്കാക്കും. ഒരു സഹോദരിക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ സഹായിക്കൂലേ, അതുപോലെയെങ്കിലും കണക്കാക്കും. നിങ്ങൾ എൻ്റെ അല്ലെങ്കിൽ ഈ സെക്യൂറിനോടൊന്ന് ഇവിടെ വന്നിട്ട് എന്താണെന്ന് നോക്ക്. എൻ്റെ ഫോൺ പോലും അവർ എത്ര ദിവസം മേടിച്ച് വെച്ച് നിങ്ങൾക്കറിയാല്ല, നിങ്ങളോട് തന്നെയല്ലേ ഞാൻ പറയാറുള്ളത്. ചേട്ടൻ വിളിച്ച് പറയുന്നുണ്ട് അവളുടെ മെസ്സേജ് കാണാൻ. മെസ്സേജ് വരാണ്ടാകുമ്പോൾ തന്നെ അത് ഞങ്ങളോട് പറയണത് നെറ്റ് തീർന്നെന്നാണ്. പിന്നെ ഫോൺ കംപ്ലൈൻറ്റ്. ഞാൻ പറഞ്ഞു നെറ്റ് തീർന്നിട്ടും ഫോൺ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമല്ല, അവരത് ഫോൺ മേടിച്ച് വെക്കണതാണ്. വെച്ചാൽ ഇവിടുത്തെ വിഷയങ്ങളൊന്നും വിളിച്ച് വീട്ടിലോട്ട് പറയാൻ പാടില്ല. ഈ 2 ഏജൻറ്റുമാരോടും എൻ്റെ ഫോണിൽ വേറെ പുറത്ത് ആരുടെയും നമ്പർ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഭർത്താവിൻ്റെയും എൻ്റെ മക്കളുടെയും മാത്രമേ പാടുള്ളൂ ഇവർ പറയുന്നത്. അതുപോലെ ഇവിടുത്തെ വിഷയങ്ങളൊന്നും പറയരുതെന്നാണ്. ഇവർക്ക് എംബസിനെ പേടിയില്ല, പിന്നെ പോലീസിനെ പേടിയില്ല എന്നൊക്കെയാണ് ഇവരെന്നോട് പറയണത്. ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാവരിഞ്ഞെടുക്കും, ഫോൺ മേടിച്ച് വെക്കും, പോലീസിൽ കൊണ്ടുപോകും. ഇതൊക്കെയാണ് അവരെന്നോട് പറയണത്. ഇവർ ചൂട് കറി കോരി, തിളച്ച കറിയാണ് കോരി എൻ്റെ മേത്തേക്ക് കോരി ഒഴിച്ചത്. അതുപോലെ തന്നെ ഭക്ഷണം തരൂല. ഭക്ഷണം 6 മാസം വരെ എന്നെ പട്ടിണിക്കിട്ട് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഒരു കുപ്പി വെള്ളം പോലും എടുക്കാൻ അവരെന്നെ സമ്മതിക്കൂല. അവരുടെ കണ്ണിൽ പെടാതെയാണ് ഞാൻ ഈ രാവിലെ എഴുന്നേറ്റ് ഒരു കുപ്പി വെള്ളം എടുത്ത്, അതെന്ന് വെച്ചാൽ 4:30 എഴുന്നേക്കണം. ഇവർ പറഞ്ഞത് 4 മണിക്കൂർ പണിയാന്നാണ് പറഞ്ഞത്. ഈ 4 മണിക്കൂർ പോയിട്ട് എനിക്കൊന്നും ഉറങ്ങാൻ പോലും സമയം തരാറില്ല. കാരണം 4:30 ഞാൻ എഴുന്നേക്കണം. 4:30 എഴുന്നേറ്റാൽ രാത്രി വെളുപ്പിന് 4:30 എഴുന്നേറ്റാൽ രാത്രി 12 മണിയാകുമ്പോൾ ഞാൻ കിടക്കണം. 12 മണിക്ക് റൂമിൽ വന്ന് ഞാൻ കുളിച്ച് ഇട്ടാണ് ഞാൻ പിന്നെ പോയി കിടക്കണം. അപ്പോഴും 1 മണിയൊക്കെ ആവും. അത്ര 4 മണിക്കൂർ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ സമയം കിട്ടാറില്ല. എന്നാലും 12 മണിക്ക് പണി കഴിയും. അത് മാത്രം ഞാൻ കണക്കിനെടുക്കണമെന്ന് വെച്ചാൽ എൻ്റെ കൂടിയുടെ സമയം ഞാൻ കണക്കിനെടുക്കണില്ല. എനിക്ക് 4 മണിക്കൂറാണ് ഉറങ്ങാൻ കിട്ടണത്. ഈ 4:30 എഴുന്നേറ്റാൽ എനിക്കൊന്നും ഒരിടത്തൊന്നും ഇരിക്കാനാ, എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ പോലും അവർ സമ്മതിക്കൂല. അവർ അപ്പം വന്ന് നോക്കും. അതിനെൻ്റെ ഫോൺ മേടിച്ച് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞ് വീട്ടിലോട്ട് വിവരങ്ങൾ വിളിച്ചു. അതെന്ന് വെച്ചാൽ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു. ഭർത്താവ് ഏജൻറ്റിനോട് വിളിച്ചു പറയുമ്പോൾ ഈ സക്കീർ എന്ന് പറഞ്ഞവനാണ് ഒന്നിക്കരട്ടിയായിട്ട് പറഞ്ഞു കൊടുക്കണേണ്. അത് ഒന്നിക്കരട്ടിയായിട്ട് പറഞ്ഞു കൊടുക്കാനും കാരണമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ദിവസം ഇവരെന്നെ തല്ലിക്കൊണ്ട് നിൽക്കണേണ്. മുട്ടിക്ക് കുത്തിപ്പിടിച്ച് ആ തിണ്ണയിലിട്ടും മതലയിലിട്ടൊക്കെ എൻ്റെ തല കൊണ്ടുവന്നിട്ട് ഇടിക്കണേണ്. അപ്പം ഒരു ദിവസം ഇവർ തല്ലിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവർക്കടെ കാലയെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലോട്ട് വിടും, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇട്ട് എന്നെ തല്ലണത് എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയണേണ് ഇവർ 1,00,000 രൂപക്കാണ് എന്നെ ഇവിടെ മേടിച്ചേക്കണത്. സക്കീർ ഇവരുടെ അടുത്തുനിന്ന് 1,00,000 രൂപ മേടിച്ചിടണം തന്നെ ഇവിടെ കൊടുത്തപ്പോൾ എനിക്ക് ഇവർ പറഞ്ഞതൊന്നും മനസ്സിലാകണുണ്ടായില്ല. എനിക്ക് അറബി അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കൊന്നും മനസ്സിലായിട്ടില്ലെന്ന്. അങ്ങനെ അവർ വേഗം ഒരു ഫോൺ എടുത്തിട്ട് അത് ഓൺ ചെയ്ത് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തന്നു. അപ്പം സക്കീറിനെ ഞാൻ ആ പാസ്പോർട്ടിൽ കണ്ടിട്ടുണ്ട്. അയാളുടെ പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. പാസ്പോർട്ടിൻ്റെ ആ കോപ്പിയൊക്കെ എൻ്റെ കയ്യിലുള്ളതാണ്. എനിക്ക് അയാൾ അങ്ങനെ കണ്ട് പരിചയമുള്ളതാണ്. അങ്ങനെ സക്കീർ 1,00,000 രൂപ വാങ്ങണതാണെന്ന് അങ്ങനെയാണ് അറിയണത്. ഇവർ ഈ 1,00,000 രൂപ കൊടുത്തു. ഇയാൾ 1,00,000 രൂപ അവരോട് ചോദിച്ചിട്ട് കൊടുത്തിട്ടാണ് എന്നെ ഇവിടെ കൊടുത്തേക്കണത്. അപ്പം ഞാൻ അവിടുത്തെ അടിമയാണ്. അപ്പം ആ അടിമ ആയതുകൊണ്ടാണ് ഇവരെന്നെ ഇങ്ങനെ ദ്രോഹിക്കണത്. അതുപോലെ തന്നെ ഈ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ച്, ഞാൻ ഫോണിന് ചെന്നിട്ടും ഫോൺ ഇവർ തന്നില്ല. ആ ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് സിമ്മും അവർ പിടിച്ച് വെച്ച്. ഇനി മേലാലി ഇപ്പം ഈ ഫോൺ മേടിച്ച് വെച്ചേക്കണതല്ല, ഇതിലും ക്രൂരമായ മർദ്ദനങ്ങൾ തരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവരെന്നെ ഒരുപാട് ഇടിയും തല്ലും. ഈ ക്ലീൻ ചെയ്താൽ ഒരു 100 പ്രാവശ്യം എന്നെ കൊണ്ട് ക്ലീൻ ചെയ്യിക്കും. മനഃപൂർവ്വം ചെയ്യിക്കണാണ്. അത് ചെയ്തത് ശരിയായില്ല, തേച്ചത് ശരിയായില്ല. അതുപോലെ തന്നെ 8 മണിക്ക് ഞാൻ തേക്കാൻ നിൽക്കും. ഈ 8 മണിക്ക് തേക്കാൻ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇവർ 3 മണിക്കൂറാണ് എനിക്ക് തേക്കാൻ തന്നേക്കണത്. ഈ 8 മണിക്ക് ഞാൻ നിന്ന് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഇവർ വേറെ പണികളെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യണം, ഈ കുക്കിങ്, അലക്കൽ, തേക്കൽ ഇതൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവർ വേറെ എന്തെങ്കിലും പണിക്ക് വിളിക്കുമ്പോൾ അതിന് പോകുമ്പോൾ എനിക്ക് തന്നേക്കണ ഈ 3 മണിക്കൂർ കഴിയണേണ്. ഞാനപ്പോൾ ആ പണി കഴിഞ്ഞ് തേക്കാൻ വരുമ്പോൾ തേച്ച് തീർന്നിട്ടില്ല. അപ്പോൾ അവർ ഓടി വന്നിട്ടും നോക്കുമ്പോൾ തേക്കാനിരിക്കണേന് ഇവർ കൊനിച്ച് നിർത്തിക്കൊണ്ടാണ് എന്നെ പിടിച്ചിടിക്കണത്. ഇടിയിൽ ഈ മുട്ട് കൈ കൊണ്ട് മാത്രമല്ല, അവരുടെ ദേഷ്യം തീരുന്ന വരെയും അവർ ദ്രോഹങ്ങളാണ്. കാലുകൊണ്ട് തട്ടും, ഈ
മുടിക്ക് കുതി പിടിച്ചിട്ട് നിലത്തിട്ടും ഈ മതലയെ കൊണ്ടുപോയിട്ടൊക്കെ എന്നെ ഒരുപാട് ദ്രോഹിച്ച് എൻ്റെ കൈയും മൊത്തം എനിക്കിപ്പോൾ വേദനയാണ്. ഇല്ല, കാരണം അവരത്രയും ദ്രോഹങ്ങൾ ദ്രോഹിച്ച് ഇനി അത് തന്നെ എന്നെ ഈ ഏജന്റുമാർ കടത്തിക്കൊണ്ട് ചാടിച്ച്. അപ്പം അങ്ങനെ ചാടിച്ചവരാ എന്തായാലും നാട്ടിലേക്ക് വിടൂല. അങ്ങനെ ആ ഒരു ഇതും പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഞാൻ നാട്ടിലെത്തുന്നില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിനോട് വിളിച്ച് പറഞ്ഞ്, ചേട്ടൻ ഇനി അവരോട് വിളിച്ച് പറയണ്ട, കാരണം അവരോട് വിളിച്ച് പറയും തോറും ഇവർ പിന്നെയും ദ്രോഹിക്കണേണ്. അതായത് അയാൾ 1 ലക്ഷം രൂപക്കാണ് എന്നെ ഇവിടെ കൊടുത്തേക്കണം. എന്നെ അവർ ഈ വീഡിയോസ് ആകെ തന്നെ കാണിച്ചു തന്നു. അപ്പം അതുകൊണ്ട് ചേട്ടൻ ഇനി ഈ സലീമിനെയും സക്കീറിനെയും വിളിച്ച് പറയണ്ട, കള്ളന്മാരാണ്, ചതിയന്മാരാണ്, അവരെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞാൽ ശരിയാവില്ല, അവന്മാരറിയണ്ടേ. എന്നിട്ട് ചേട്ടൻ അവരെ ഭീഷണിപ്പെടുത്തി. എന്ന് വെച്ചാൽ നിനക്കൊക്കെ അവളെ നാട്ടിലോട്ട് എത്തിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് നീയൊക്കെ അവളെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ചാടിച്ച് എന്നൊക്കെ ചോദിച്ച് എനിക്കൊക്കെ ഉള്ള പണി പുറകെ വന്നിടുന്നു പറഞ്ഞു. ചേട്ടൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടി വിളിച്ച് നിർത്തി സലീമിനെ വിളിച്ച് വരുത്തി. സലീമിനോട് പറഞ്ഞു, സലീം സക്കീറിനെ വിളിച്ച് തമ്മിൽ ഒരു ധാരണയിലെത്തി എന്നെ അവിടെ ചാടിക്കാമെന്ന്. പക്ഷേ ചാടിക്കാമെന്ന് ഇവരെന്നെ വിളിച്ച് പറഞ്ഞത് സക്കീർ അങ്ങനെയാണ് എന്നെ ആദ്യമായിട്ട് വിളിക്കണത്. ഒരു ദിവസം ഈ ചാടിക്കണേൻ്റെ തലേ ദിവസം വിളിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, ഞാൻ സലീം പറഞ്ഞിട്ട് വിളിക്കണേണ് പ്രീതി, അത് എന്താണ് അവിടുത്തെ വിശേഷം? ഞാൻ പറഞ്ഞു, ഇപ്പോഴെങ്കിലും തനിക്ക് വിളിക്കാൻ തോന്നിയല്ല, നീയൊക്കെ കാശ് മേടിച്ച് കീസയിൽ ഇട്ടിട്ടും എന്നെ ഇവിടെ അവരിക്കിട്ട് തല്ലാൻ കൊടുത്തേക്കണേ അടിമനെ പോലെ എന്ന് വെച്ച് ഇയാൾ അതിനൊന്നും മിണ്ടിയില്ല. അത് നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി തരാം. അപ്പം ഞാൻ ചോദിച്ചാൽ എങ്ങനെ രക്ഷപ്പെടുത്തും? താൻ ആ 1 ലക്ഷം രൂപയുടെ കൊടുക്കുമോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അതേ നിന്നെ ഞാൻ ഇവിടെ നിന്ന് ചാടിക്കണത് സ്റ്റേഷനിൽ കൊണ്ടുപോകും, അവർ എനിക്ക് അപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് നിന്നെ കയറ്റി വിടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ ഒരു പണിക്ക് മാത്രം ഞാൻ നിൽക്കൂല, കാരണം എന്ന് വെച്ചാൽ എങ്ങാനും ഇവരുടെ കള്ളിൽ ഞാൻ പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ശവം ഒരു കോള് നിനക്കൊക്കെ നട്ടലുണ്ടെങ്കിൽ നേർവഴിക്ക് നീയൊക്കെ കൊണ്ടുപോകും. ആ കൊടുക്കാനുള്ള 1 ലക്ഷം രൂപ കൊടുത്തിട്ട് നേർവഴിക്ക് വന്ന് നിന്ന് എന്നെ കൊണ്ടുപോകും. അതെല്ലാം അങ്ങനെ നടക്കൂല. എനിക്ക് ഇവരെ ഈ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആലോചിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു എന്നെ ഇരുന്നിങ്ങനെ ആലോചിച്ച്, എന്തായാലും തല്ലും കൊള്ളണം, ഈ കണ്ണിൽപ്പെട്ട മരണം ഉറപ്പാണ്, എന്തായാലും ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊരു മാർഗമില്ല, എന്തെങ്കിലും ആട്ടെ, വന്നവിടുത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞ് ഒരു 3:30 മണിക്ക് വെളുപ്പിന് 3:30 മണിക്ക് ഞാൻ പുറത്തിറങ്ങി നിന്ന് സക്കീർ എന്നെ വന്ന് കൊണ്ടുപോകണേണ്. അപ്പോൾ ഈ സക്കീർ എന്നെ കൊണ്ടുപോകണ നേരത്തും ഞാൻ പറഞ്ഞ്, അതിന് മുമ്പത്തെ ദിവസങ്ങളിലും ഞാൻ സലീമിനോട് വിളിച്ച് പറഞ്ഞു, ഇവിടുത്തെ 3 മക്കളും പോലീസുകാരാണ്, ഒരാൾ പട്ടാളക്കാരനും 2 പേര് പോലീസുകാരുമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളതിനെ ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. ഒരു പറഞ്ഞ് നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, അവിടെ പോലീസുകാരാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയുമില്ല, നീ അതുകൊണ്ട് പേടിക്കണ്ടെന്ന് സലീമിനെ അയാൾ ലൈനിൽ വിളിച്ച് തന്നു. സലീമായിട്ട് സംസാരിച്ച് സക്കീറും ഉറപ്പ് തന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ ഫോണിൽ പൈസയില്ല, ഇനി നെറ്റുമില്ല, അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് നിങ്ങളെ വിളിക്കാനെന്ന്, ഞാൻ പൈസ കയറ്റിത്തരാം, നെറ്റ് റീചാർജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. കള്ളന്മാർ, ദുഷ്ടന്മാർ, ആ സക്കീർ എന്ന് പറയണവൻ എന്നെ ആ സ്റ്റേഷനിൽ കൊണ്ടുപോകും നിർത്തിക്കൊണ്ടും പോയി കളഞ്ഞ്. എനിക്ക് അറബി പോലും അറിയാൻ പാടില്ല. അവരെന്നെ എന്തൊക്കെയോ പറഞ്ഞ്. അങ്ങനെ ഒരു മലയാളി, അവിടുത്തെ പ്യൂണാണെന്ന് തോന്നുന്നുണ്ട്, അയാളാണ് വന്ന് വല്ല കാര്യം പറഞ്ഞു വന്നത്. അതിനിവര് ഈ പോലീസുകാരൻ അയാളുടെ കയ്യിലിരുന്ന വടി വലിച്ച് എന്നെ 2 വശത്തോട്ട് അടിച്ച്. അത് കഴിഞ്ഞ് അവർ ആ മുറിയിലോട്ട് കൊണ്ടുപോയിട്ടും ഒരാൾ അയാൾക്കടെ കയ്യിലിരുന്നിട്ട് പുസ്തകം ഇട്ട് വലിച്ചടിച്ച്, അതിൻ്റെ ബൂട്ട് ഊരിയടിച്ച്, പിന്നെ മുറിയിലോട്ട് കൊണ്ടുപോയിട്ട് ആ തള്ളനെ വിളിച്ച് വരുത്തി. ആ വീട്ടിലെത്താം ആ തള്ള വന്നതിന് ശേഷം ആ മുറി കൊണ്ടുപോയിട്ട് എന്നെ ഒരുപാട് തല്ലി, എൻ്റെ ബാഗൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് എൻ്റെ കാല് വലിച്ചടിച്ചയാൾ. അങ്ങനെ എന്നെ ആ തള്ളയുടെ കൂടെ തന്നെ ഒരു പോലീസുകാർ വിട്ട്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവർ പിന്നെ എന്നാ ദ്രോഹങ്ങളാണ്, പിന്നെ ദ്രോഹങ്ങൾ കൂടിയെന്ന് തന്നെ പറയാം. എന്നെ അങ്ങനെ 6 മാസം പട്ടിണിക്കിട്ട് എന്നെ കൊണ്ട് വേസ്റ്റ് വരെ തീറ്റിച്ച്. അതായത് ഈ KFCയുടെ ചിക്കൻ്റെ അത് അവർക്കടെ മക്കൾ കഴിച്ചാൽ അത് ഞാൻ അടിച്ചു വാരി ആ കിറ്റോടുകൂടി കൊണ്ടുവന്ന് വെച്ചാൽ അതുവരെ എന്നെ കൊണ്ട് തീറ്റിച്ച്. അത് ഭയങ്കര സ്മെല്ലായിരുന്നു, അതിൻ്റെ ജീവിതത്തോട്ട് അടുക്കാൻ പോലും പറ്റുന്നില്ല.
ആ ചോറ് വാരിയപ്പം തന്നെ അത് ഞോള കുത്തിരിക്കണ്. അത് അറച്ചിട്ട് പാടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഇവർ ചേട്ടനോട് ഞാൻ വിളിച്ച് പറഞ്ഞതിൻ്റെ ആ ഒരു ഇതിലാണ് ഇവരെനിക്ക് ഭക്ഷണം തന്നെയെന്ന് ഞാൻ അത് കഴിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഈ സാധനം എന്നെ കഴിക്കാൻ മടിച്ച് നിന്നപ്പോഴേക്കും അവരെൻ്റെ മുഖത്തിട്ടടിച്ച്. എന്നിട്ട് പറഞ്ഞു പോലീസിനെ ഏൽപ്പിക്കും, പോലീസിനെ ഇപ്പോൾ വിളിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് കഴിച്ചെന്തായാലും കഴിച്ചില്ലെങ്കിലും തല്ലും, അല്ലാണ്ടും തല്ലും. എന്തായാലും ഇത് ഇവിടെ കിടന്ന് തീരും എനിക്കറിയാം. എൻ്റെ ജീവൻ ഇവർ തന്നെ കൊന്നെടുക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാനത് തിന്ന് അത് വാരി വെച്ചിട്ട് അവരുടെ മുഖത്തോട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ മുഖത്തോട്ട് നോക്കിയപ്പോഴേക്കും അവർ ഫോട്ടോ എടുത്തിട്ട് എന്നോട് പറഞ്ഞു ഇത് ഞാൻ പോലീസിലേക്ക് അയച്ചു കൊടുക്കണേന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴും എൻ്റെ ഫോൺ അവരുടെ കയ്യിലാന്ന് വെച്ചാൽ എൻ്റെ ഫോൺ എപ്പോഴും ഇവർ ചെക്ക് ചെയ്യണേന്ന്. ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറയും, ഏജൻറ്റിനോട് ചേട്ടൻ വിളിച്ചു പറയും, ഏജൻറ്റിനെ വിളിച്ച് പിണങ്ങണമെന്ന് വെച്ചാൽ ഇവർ ദ്രോഹങ്ങൾ കൂടുന്തോറും ഞാൻ പറയണ ചേട്ടനോട്. അപ്പം അവർ മിക്കപ്പോഴും എൻ്റെ ഫോൺ മേടിച്ച് അവർ വെക്കും. അവരുടെ മോളും അവരും കൂടിയാണ് എന്നെ ഈ തല്ലലൊക്കെ തല്ലണത്. മുറിയിൽ നിന്ന് വലിച്ച് പുറത്തോട്ട് ഇട്ടിട്ട് ഇവരെ മുറ്റത്ത് ഈ ഇഷ്ടിക പോലത്തെ കട്ടയാണ് വിരിച്ചേക്കണം. ആ കട്ടമ്മലോട്ടാണ് ഈ മുട്ട് രണ്ടും കൈയും കുത്തി വീണത്. സത്യം പറഞ്ഞാൽ എനിക്ക് വേദന കൊണ്ട് നടക്കാൻ പോലും പറ്റണില്ല. ഇവിടെ നിന്ന് തന്നെ ഈ വീട്ടിൽ തന്നെ എനിക്ക് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും എനിക്ക് ബുദ്ധിമുട്ടാണ്. അത്രയും വേദനയിട്ടാണ് ഞാൻ ഈ കുടുംബത്തിലോട്ട് എത്തിയത്. അങ്ങനെ അവർ മുട്ടിക്ക് കൂത്തിപ്പിടിച്ച് വലിച്ച് എന്നെ ഉന്തി പുറത്തേക്കിട്ട് അങ്ങനെ ഒരുപാട് ദ്രോഹങ്ങൾ ദ്രോഹിച്ച്. ഞാൻ ചേട്ടനോട് വിളിച്ച് പറഞ്ഞു. അവർ ഫോൺ അവരെ കയ്യിലായിരുന്നു. ഫോൺ എനിക്ക് പിറ്റേ ദിവസം ഫോൺ തന്നപ്പോൾ ഞാൻ ചേട്ടനോട് വിളിച്ച് പറഞ്ഞു, ചേട്ടൻ ഇന്നലെ എന്നെക്കൊണ്ട് വേസ്റ്റ് വരെയും തീറ്റിച്ച്, ചേട്ടൻ ആ ഭക്ഷണം തരാത്ത കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു എൻ്റെ അടുത്തേക്ക് ഫോട്ടോ വിട്ടു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഫോട്ടോ ഒന്ന് എനിക്ക് വിട്ടു തരുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ ഫോട്ടോയാണ് എൻ്റെ ഫോണിൽ കിടക്കണത്. അതാണ് എല്ലാവർക്കും വിട്ടു കൊടുത്തേക്കണം. അവർ എന്നെക്കൊണ്ട് വേസ്റ്റ് വരെയും തീറ്റിച്ച്, ഒരു തുള്ളി വെള്ളം പോലും അവരെ കാണാണ്ടാണ് ഞാൻ കുടിക്കണത്. അതുപോലെ തന്നെ ഫോൺ ചെയ്യാൻ പോലും എനിക്ക് പാടില്ല. അവർ ഒരു മണിക്കൂർ ഒരു പ്രാവശ്യം വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു പ്രാവശ്യം പോലും അവർ വിളിക്കാൻ എന്നെ അനുവദിക്കൂല എന്ന് വെച്ചാൽ എന്നെ അത്രയും അവർ ദ്രോഹിക്കുന്നുണ്ട്. അപ്പം ഞാനത് പറയും, മറ്റുള്ളവരറിയും, ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടും. ഇതൊക്കെയാണ് അവരുടെ ധാരണ. അതുകൊണ്ട് ഫോൺ പോലും എന്നെ എടുക്കാൻ അനുവദിക്കൂല. ഞാൻ ഈ 4:30 എഴുന്നേൽക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ഫോൺ ചെയ്യണമാണ് അവരെ കാണാണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഇനി പുറത്ത് ആരെങ്കിലും വഴി എന്നെ എവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാന്ന് വെച്ചാൽ ഈ ദുഷ്ടന്മാരെ കൊണ്ട്, ചതിയന്മാരെ, സെക്യൂറിനെ കൊണ്ടും സെലീമിനെ കൊണ്ടും നടക്കൂല എന്നെ നാട്ടിലോട്ട് എത്തിക്കാൻ. അതുകൊണ്ട് ചേട്ടൻ എങ്ങനെയെങ്കിലും എന്നെ നാട്ടിലോട്ട് എത്തിക്കുക. കാരണം ഇവർ എന്നെ ജീവനോടെ വീട്ടിൽ നാട്ടിലെത്തിക്കൂല, ജീവനില്ലാണ്ടും എൻ്റെ ശവം പോലും അവിടെ എത്തൂല, അത് സത്യം, ഞാൻ ഉറപ്പ് തന്നെയാണ് എന്ന് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ എന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് രക്ഷിക്കും. അങ്ങനെ ചേട്ടൻ ഇവിടെ DGPക്കും SP-ക്കും അങ്ങനെ പല ഉന്നതരായ എല്ലാവർക്കും ചേട്ടൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും അതിനൊന്നും അനുകൂലമായൊരു മറുപടി ഞങ്ങൾക്ക് ഉണ്ടായില്ല. എന്നുവെച്ചാൽ അവരൊക്കെ പറയണത് കേരള പോലീസിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. അതങ്ങനെ നിന്ന് 1 വർഷവും 4 മാസം വരെ ഞാൻ പീഡനങ്ങൾ അനുഭവിച്ച്. അതിനിടക്ക് എൻ്റെ ഭർത്താവിൻ്റെ ഒരു കൂട്ടുകാരനാണ് സുശീൽ ചെറുപുള്ളി. ഈ സുശീൽ ചെറുപുള്ളി എന്ന് പറഞ്ഞാൽ ചേട്ടനോട് വിളിച്ച് എൻ്റെ ഭർത്താവ് വിളിച്ചിങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഖത്തറിൽ ക്രൂരമായ പീഡനങ്ങളാണ്, ഇങ്ങനെ 2 ഏജൻറ്റുമാർ വഴിയാണ് കൊണ്ടുപോയത്. അവിടെ പുള്ളിക്കാരത്തേക്ക് 1 വർഷവും 4 മാസമായി പോയിട്ട് പുള്ളിക്ക് അന്ന് തുടങ്ങിയുള്ള പീഡനങ്ങളാണ്, സഹായിച്ച് നാട്ടിലെത്തിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടായി എന്ന് ചോദിച്ചപ്പോഴാണ് സുശീൽ ചെറുപുള്ളി എന്ന് പറഞ്ഞ ചേട്ടനാണ് പറഞ്ഞത്, എൻ്റെ അറിവിൽ ഒരാളുണ്ട്, പുള്ളിക്കാരനിങ്ങനെ വിദേശത്ത് കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരും സഹായിച്ച് നാട്ടിലെത്തിക്കും, പേര് തമ്പി നാഗാർജുന എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ സാറിന് ആ സാറിനോട് ഈ സുശീൽ ചെറുപുള്ളി എന്ന് പറഞ്ഞ ചേട്ടൻ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ എൻ്റെ സുഹൃത്ത് സെൽവരാജിൻ്റെ വൈഫിന് ഖത്തറിൽ പീഡനങ്ങളാണ്, പോയിട്ട് ഇത്ര 1 വർഷവും 4 മാസമായി പുള്ളിക്കാരത്തെ അവിടെ കിടന്ന് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പുള്ളിക്കാരത്തിന് എങ്ങനെയെങ്കിലും നാട്ടിലോട്ടൊന്ന് എത്തിക്കണമെന്ന് പറഞ്ഞു. അതിനെന്താണ് ഈ ആളുടെ നമ്പർ ഇങ്ങോട്ട് വിട്ടുകയെന്ന് പറഞ്ഞു, സെൽവരാജിൻ്റെ നമ്പർ വിട്ടുകയെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ നമ്പർ ഈ സുശീൽ ചെറുപുള്ളി എന്ന് പറഞ്ഞ ചേട്ടൻ തമ്പി നാഗാർജുന എന്ന് പറഞ്ഞ സാറിന് വിട്ടുകൊടുത്തു. അങ്ങനെ ആ സാറുമായിട്ട് ചേട്ടൻ എൻ്റെ വിവരങ്ങളൊക്കെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചേട്ടൻ പറഞ്ഞതിന് ശേഷം തമ്പി നാഗാർജുന സാറ് പറഞ്ഞു പ്രീതിര വാട്സപ്പ് നമ്പർ സാറിന് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. സാറിൻ്റെ നമ്പർ എനിക്ക് വിട്ടുതരാൻ പറഞ്ഞിട്ട് എന്നോട്
സമയം കിട്ടണ പോലെ സൗകര്യമുള്ള സമയത്ത് വിളിച്ച് വിവരങ്ങൾ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ദിവസം ഞാൻ 4:30 എഴുന്നേക്കണത് അവർക്കറിയാം. അതുകൊണ്ട് അവർ എഴുന്നേക്കണ ഇനും മുമ്പായിട്ട് ഞാൻ ഒരു 3:30 എഴുന്നേറ്റ് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ 3:30 ടൈമാണ്, ഞാൻ ഇത്തിരി കൂടി നേരത്തെ എഴുന്നേറ്റ് വിളിക്കണേന്ന് വെച്ചാൽ അവർ 4:30 എഴുന്നേൽക്കുമ്പോൾ അവരറിയും. അവരെന്ന് വെച്ചാൽ ഞാൻ 4:30 എഴുന്നേൽക്കുമ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ അവർക്ക് സംശയമാണ്, അവർ വരുവടാ ബാത്റൂം വിട്ട് ഉമ്മ കൊട്ടും. അതുകൊണ്ട് ഞാൻ ഒരു അരമണിക്കൂറിന് മുമ്പ് എഴുന്നേറ്റ് ആ സാറിനോട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ 3:30 എഴുന്നേറ്റ് സാറിനോട് മെസ്സേജ് വിടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എനിക്ക് ക്രൂരമായ മർദ്ദനങ്ങളാണ്. അതായത് എന്നും എന്നെ ഇവർ തല്ലും, പാട്ടടിക്ക് വരെയിട്ട് എനിക്കൊരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ നിവർത്തിയില്ല. എൻ്റെ ഫോണൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞു. എൻ്റെ ഫോണും സിം അവർ പിടിച്ചു വെച്ച്. എനിക്കൊരു ഫോൺ, അതും ഈ ഫോൺ അവരുടെ അടുത്ത് ഞാൻ നോലോടിച്ച് കെഞ്ചി എത്ര ദിവസം നടന്നിട്ടാണെന്ന് അറിയാം ആ ഫോൺ എനിക്ക് തന്നു. എന്നിട്ട് അവർ തിളച്ചു കൊണ്ടിരിക്കണ കറി കോരി ആ കായലപ്പടി എൻ്റെ മേത്തേക്ക് കോരി ഒഴിച്ച്. അങ്ങനെ ഒരുപാട് ദ്രോഹങ്ങൾ എൻ്റെ തലക്കിട്ടിടിക്കുകയും എന്നെ കുനിച്ച് നിർത്തിയിടിക്കുകയും അങ്ങനെ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു. അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും സാറ് നാട്ടിലോട്ട് എത്തിക്കണം. പിന്നെ ഈ ഒരു കാര്യം കൂടി ഞാൻ ആ സാറിനോട് അപേക്ഷിച്ചെന്ന് വെച്ചാൽ ഈ തല്ല് ഒന്നും ഒഴിവാക്കി തരാൻ എന്തെങ്കിലും ഒരു സാറ് പറഞ്ഞ്, നീ ഇന്ന് തുടങ്ങി നീ ഇന്ന അവരൊരു ചുക്കും ചെയ്യൂല, നിൻ്റെ ഫോണും അവർ മേടിക്കൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സാറും എന്നെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് എന്നെ വിളിക്കണത്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, നീ നോക്കിക്കോ, ഒരാഴ്ചക്കുള്ളിൽ നിന്നെ ഞാൻ ഇറക്കിയിരിക്കും, നിന്നെ ഒരു ചുക്കും അവർ ചെയ്യൂല. ഞാൻ പറഞ്ഞു, സാറേ അതെന്ന് വെച്ചാൽ ഇവർ ഒരു രാജകുടുംബക്കാരാണ്, എന്നെ സഹായിക്കാൻ പലരും വന്നിട്ട് എല്ലാവരും പുറകോട്ട് പോയിച്ചാൽ വേറെ ഒന്നുമല്ല, രാജകുടുംബക്കാരിൽ പെട്ടവരാ സഹായിക്കാൻ ചെല്ലുന്നവരാ, അവർക്ക് പണി കിട്ടും, അതുകൊണ്ട് അവർ പിന്മാറിയതാണ്. അപ്പോൾ സാറ് എനിക്ക് അവർ രാജകുടുംബക്കാരായാലും ഏത് കോപ്പിലെ ആൾക്കാരായാലും എനിക്കൊരു ചുക്കൂല, നീ അതുകൊണ്ട് പേടിക്കണ്ട, നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ രക്ഷിച്ച് നാട്ടിലെത്തിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ധൈര്യം തന്നു. നീ നാട്ടിലെത്തിയിരിക്കും, നിന്നെ ഇനി അവർ ചുക്കും ചെയ്യൂല, നിൻ്റെ ഫോണും മേടിക്കൂല. പക്ഷേ ഫോൺ അവരുടെ കയ്യിലായിരുന്നു. പിന്നീട് അങ്ങനെ ഒരു ബുധനാഴ്ച ദിവസം അവരെന്നെ കൊറോണ ചെക്കപ്പിന് കൊണ്ടുപോയത്. കൊറോണ ചെക്കപ്പിന് കൊണ്ടുപോകണതൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. 2 മലയാളി ഡ്രൈവർമാർ കാറിന് വന്നു കഴിഞ്ഞപ്പോൾ ഇവരെന്നോട് കാറിൽ കയറാൻ പറഞ്ഞ് ഞാൻ കയറി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്കറിയണം കൊറോണ ടെസ്റ്റാണ്. അപ്പം ഞാൻ ചേട്ടനോട് വിളിച്ചിട്ടും പറഞ്ഞു, അവർ ആ കാണാണ്ട് തന്നെ ഒരു ദിവസം ഞാൻ വിളിച്ചിട്ടും പറഞ്ഞ് എന്നിങ്ങനെ കൊറോണ ടെസ്റ്റിന് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അതെന്തിനായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ചേട്ടനാണ് പറഞ്ഞു, ചിലപ്പോൾ നാട്ടിലേക്ക് വിടാനായിരിക്കുള്ളൂ, തമ്പി നാഗാർജുന സാറ് ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, പുള്ളി ഉറപ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നോടും സമാധാനപ്പെട്ട് നടന്നു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്നെ അവർ ദേഹോപദ്രവം ചെയ്യൂലെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവർ പക്ഷേ ദേഹോപദ്രവം ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, അവർ മാനസികമായിട്ട് എന്നെ ഒരുപാട് അനാവശ്യങ്ങൾ പറഞ്ഞു. പക്ഷെ അത് മനസ്സിലാവൂലെങ്കിലും അവർക്കിടെ ആ ദേഷ്യഭാവം അവരുടെ മുഖഭാവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. അത്രയും ദ്രോഹം ഭാവം തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫോണിലുള്ളതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഏജൻറ്റുമാരുടെ മെസ്സേജ് നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്യണതിന് മുമ്പ് ഇവർ പറഞ്ഞത് എൻ്റെ ഫോണിലുള്ളതെല്ലാം ബോയ് ഫ്രണ്ടിൻ്റെ നമ്പറാണെന്ന്. ഞാനങ്ങനെ ഒരു മോശപ്പെട്ട സ്ത്രീയല്ല, അത് എൻ്റെ ഭർത്താവിനോടും എൻ്റെ മക്കളോടും ചോദിച്ചാലറിയാം. എന്നിട്ട് അവരതൊക്കെ അങ്ങനെയെല്ലാം പറഞ്ഞ് ഉണ്ടാക്കി. അങ്ങനെ ഈ തമ്പി നാഗാർജുന സാറിൻ്റെ ആ ഒരു സഹായത്താലാണ് ഞാൻ ഈ നാട്ടിലെത്തിയത്. അപ്പോൾ അതുകൊണ്ട് തമ്പി നാഗാർജുന സാറിനും ഈ സുശീൽ ചെറുപുള്ളി എന്ന് പറഞ്ഞ ചേട്ടനോട് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ 1 വർഷത്തെ സാലറി മാത്രമേ അവർ നാട്ടിലോട്ട് വിട്ടിട്ടുള്ളൂ. 4 മാസം സാലറി അവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ 4 മാസം സാലറിയും എനിക്ക് വേണം. ഈ ചതിയന്മാരായ സക്കീറിൻ്റെയും സലീമിനെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണം. എനിക്ക് നീതി കിട്ടണമെങ്കിൽ അവന്മാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നവന്മാർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണം. അത്ര ചതിയന്മാരാണ്. കാരണം ഈ കേസിന് പോയ പിന്നെയാണ് ഞാൻ അറിയണത് എൻ്റെ വിസിറ്റിംഗ് വിസയാണെന്ന്. എൻ്റെ ശവം പോലും എനിക്ക് വിട്ടു തരൂല. അതേപോലത്തെ ചതിയാണ് അവന്മാർ ചതിച്ചേക്കണത്. പിന്നെ അങ്ങനെ പോകാൻ നിൽക്കണ ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ ഇത് ഇന്ന് മനസ്സിലാക്കണം. ഈ ഇതുപോലുള്ള ചതിയന്മാരുടെ വാക്ക് കേട്ട് പോകാതിരിക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കിയിരിക്കണം. അപ്പം അവരെയും കൂടി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയണത്. വെച്ചാൽ അത്രയും പീഡനങ്ങൾ ഞാൻ അവിടെ കിടന്ന് അനുഭവിച്ചിട്ടുണ്ട്.
അപ്പോൾ അവന്മാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവന്മാരെ ശിക്ഷ മേടിച്ചു കൊടുക്കണം. പിന്നെ എൻ്റെ ഈ നഷ്ടപരിഹാരം ഞാൻ 1 വർഷവും 4 മാസവും കിടന്ന് അനുഭവിച്ച ഈ കൊടിയ പീഡനം എന്ന് തന്നെ പറയാം, അതേപോലെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് വേസ്റ്റ് വരെ അവർ തീറ്റിച്ചിട്ടുണ്ട്. എൻ്റെ തല കൊണ്ട് മതലയിലിട്ടിടിച്ച് ഇന്നും എനിക്ക് തലവേദന കൊണ്ടൊരു നിവർത്തിയില്ല. ഞാനിപ്പോഴും ഗുളികയും കഴിച്ചാണ് ഇരിക്കണത്. അപ്പോൾ അത്രയും ദുരിതങ്ങളിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ എനിക്ക് ഈ 1 വർഷവും 4 മാസവും കിടന്ന് അനുഭവിച്ച പീഡനത്തിന് എനിക്ക് നഷ്ടപരിഹാരവും വേണം. എൻ്റെ 4 മാസം സാലറി എനിക്ക് കിട്ടണം.